1025 ജൂബിലി വർഷം ആഘോഷിക്കുന്ന കാനൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിളിച്ചുവിളികേട്ട വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് തുടക്കമായി. വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാളിന് കൊടിയേറ്റി. അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിൻ ദൈവത്തിൻ സംവേദിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സുതനും റുഹായ്ക്കും കീർത്തനം പാടുവിൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തു. രാവിലെ വിശുദ്ധ കുർബാന, നൊവേന, ലതീന്, സന്ദേശം എന്നിവയുണ്ടായി. ഞായറാഴ്ച കുർബാന, ടൗൺ കപ്പേളയിലേക്ക് അമ്പ് പ്രദക്ഷിണം, വാഹന വെഞ്ചരിപ്പ് തുടങ്ങിയവയുണ്ടാകും. 19-ന് ആഘോഷമായ പാട്ടുകുർബാന, നൊവേന, സന്ദേശം, അമ്പും മുടിയും ചാർത്തൽ, അങ്ങാടി പ്രദക്ഷിണം തുടങ്ങിയവ നടത്തും. ഫാദർ ജോബിൻ പയ്യപ്പള്ളി കാർമ്മികനാവും. തിരുനാൾ ദിനമായ 20-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, അങ്ങാടി പ്രദക്ഷിണം, പള്ളിച്ചുറ്റി സമാപന പ്രദക്ഷിണം തുടങ്ങിയവയുണ്ടാകും. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയ ഔസേപ്പിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബിനോജ് മുളവരിക്കൽ കാർമ്മികനാകും. ഫാദർ വിൻസെന്റ് കുണ്ടുകുളം സന്ദേശം നൽകും. കാഞ്ഞൂരിലെ പുണ്യഭൂമി രക്തസാക്ഷിയും വലിയ അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. വിളികേട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൻ്റെ മാധ്യസ്ഥം തേടി വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയ്ക്ക് അതിവേഗം ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് ഇന്ന് ജനുവരി 17-ാം തീയതി ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് പതാകയോർത്തലോടെ തിരുനാളിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിച്ചു. ഈ പള്ളി സ്ഥാപിതമായത് 1001-ലാണ്. ഇത് 2026-ാമത്തെ വർഷമാകുമ്പോൾ 1025-ാം വർഷ ജൂബിലി വർഷത്തിലെ തിരുനാൾ കൂടിയാണ് ഇത്തവണത്തേത്. ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ പടയോട്ടത്തെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. ആ പടയോട്ടത്തെ അതിജീവിച്ച ചരിത്രം ഈ പള്ളിക്കുണ്ട്. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മധുബഹ പേർഷ്യൻ ശില്പകലാ ചാതുരിയും ഭാരതീയ വിദ്യയും സമന്വയിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു നിർമ്മാണ സൗധമാണത്. അതിൻ്റെ ചുവരുകളിൽ, മധുബഹയുടെ ചുവരുകളിൽ ബൈബിളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വളരെ മനോഹരമായി ചിത്രരൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത മാമോദിസ തൊട്ടിയും അതുപോലെ കരിങ്കൽ തൂണുകളും ഒറ്റക്കല്ലിൽ തന്നെ തീർത്ത കൽക്കുരിശും
മുകളിലുള്ള മേൽക്കൂര, അതിനുള്ള കൊത്തുപണികൾ, അതുപോലെ ഏകദേശം 1000-ലധികം വർഷം പഴക്കമുള്ള വട്ടെഴുത്തിൻ്റെ ലിപികൾ, ഇതൊക്കെ ഈ പള്ളിയുടെ ചരിത്രത്തിൻ്റെ പ്രൗഢി അല്ലെങ്കിൽ പഴമ, പാരമ്പര്യം തെളിയിക്കുന്ന വിസ്മയകരമായ കാഴ്ചകളാണ്. അതിശയകരമായ പല സംഭവങ്ങളും ഇവിടെ എടുത്തു പറയാനുണ്ട്. പുണ്യവാൻ്റെ തിരുനാൾ ജനുവരി 20-ാം തീയതിയാണ്. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പുണ്യവാൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണമായി പ്രധാന കവാടത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അകമ്പടി സേവിക്കാൻ എന്ന വണ്ണം കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കാഴ്ച അത് വളരെയേറെ അത്ഭുതകരമാണ്. ഒരു വർഷവും ആ സംഭവം നടക്കാത്തതില്ല. അങ്ങനെ പലതുകൊണ്ടും വളരെ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്നതും അതുപോലെ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസം തരുന്നതുമായ ഈ ദേവാലയത്തിൽ വന്നു പോകുന്ന ജനസഹസ്രങ്ങളുടെ മധ്യത്തിലാണ്, സാന്നിധ്യത്തിലാണ് തിരുനാൾ കൊണ്ടാടപ്പെടുക. നിങ്ങളെല്ലാവരെയും ഇന്നു മുതൽ 27-ാം തീയതി വരെ നടക്കുന്ന 8-ാം വടം തിരുനാളിൻ്റെ ദിവസങ്ങൾ വരെയും കൊടിയിറക്കുന്ന ഫെബ്രുവരി 1-ാം തീയതി ഞായറാഴ്ച വരെയും ഈ ദേവാലയത്തിലേക്ക് നിങ്ങളെ സഹർഷം സാദരം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തിരുനാളാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയാണ്. പുണ്യവാൻ്റെ മാധ്യസ്ഥം വഴി വന്നു പോകുന്ന എല്ലാവർക്കും ഈ തിരുനാളാഘോഷങ്ങൾ അനുഗ്രഹദായകമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. 10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി.